റിപ്പോർട്ടർ ചാനലിന്റെ ചർച്ച കാണുകയായിരുന്നു. മച്ചാമച്ചക്കാരെല്ലാം കൂടി തമ്മിലടി തുടങ്ങിയല്ലോ. മേനോൻ മുഖ്യമന്ത്രി വന്നു, പൂക്കിച്ചിരിയും കണ്ണിറുക്കി കാണിക്കൽ തുടങ്ങിയ നമ്പരെല്ലാം ആഘോഷിച്ച് സെക്രട്ടേറിയറ്റിന്റെ കവാടം തുറന്നിട്ടു എന്നായിരുന്നു ഇന്നലെ വരെ മേനോൻ എന്ന ആ വിശാല ഹൃദയനും ചിരിക്കുന്ന മുഖ്യമന്ത്രി വന്നപ്പോൾ ഇവർ തള്ളി മറിച്ചുകൊണ്ടിരുന്നത്. കേരളത്തിലെ മാധ്യമ സ്ഥാപനങ്ങളിലെ മഹിളാ കോൺഗ്രസ് രത്നങ്ങൾ വരെ ഒടുവിൽ ഇന്നിപ്പോ ചാടിക്കടിക്കുന്ന അവസ്ഥയിലെത്തിയിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ മാധു സജി ചർച്ചയ്ക്കിരിക്കുകയായിരുന്നു. സെക്രട്ടേറിയറ്റിന്റെ ഗേറ്റ് അടച്ചുകൊണ്ട് മേനോ മുഖ്യമന്ത്രി തിരിച്ച് പൂക്കിത്തരം കാട്ടിയപ്പോൾ പൊള്ളി. അങ്ങനെയാണ് ഇന്നിപ്പോ ചർച്ചയിൽ തീ പാറിയത്. എന്തൊരു ഒരസലാണ്. കയ്യിൽ ഓരോ വാള് കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അവിടെ ഒരു ശവം വീണേനെ. എന്തൊരു പോരാട്ടം. മുൻ ഗവൺമെന്റിന്റെ കാലത്ത് നടന്നുകൊണ്ടിരുന്ന കീഴ്വഴക്കമല്ലാതെ പുതിയതായി ഒരു ഉത്തരവും ഈ ഗവൺമെന്റ് കൊടുത്തിട്ടില്ല. അല്ല, അത് ഞങ്ങൾ നമോഭാവമൊക്കെ കൈവച്ചാൽ മതി. മാധുവിന്റെ നമോഭാവമൊക്കെ കൈവച്ചാൽ മതി. യുഡിഎഫിന്റെ ഗവൺമെന്റ് എന്ത് ചെയ്യണമെന്ന് യുഡിഎഫിന് അറിയാം. അത് പരിഷ്കരിക്കണം, നിയമങ്ങൾ പരിഷ്കരിക്കും. നമോഭാവമൊക്കെ കൈവച്ചാൽ മതി. അതൊന്നും വേണ്ട. അത് പാലിക്കണം. അത് മാറ്റേണ്ട കാര്യങ്ങൾ മാറ്റും. അതിന് നിങ്ങളെ തിട്ടൂരൊന്നും വേണ്ട. നിങ്ങളെ തിട്ടൂരം വേണ്ടത്. നിങ്ങളെ തിട്ടൂരം വേണ്ട. ഈ ഗവൺമെന്റ് അറിയാം. ഒരു മാസം പോലും ആകാത്ത ഈ ഗവൺമെന്റ് അറിയാം എങ്ങനെ പരിഷ്കരിക്കണം. തിട്ടൂരം സെക്രട്ടേറിയറ്റിലാണ്. നിങ്ങളെ തിട്ടൂരം വേണ്ട. ഒരു തിട്ടൂരം വേണ്ട. മാധുവിന്റെ ആ ശാഠ്യവും ദുശാഠ്യവും ഇങ്ങോട്ട് വേണ്ട. മാധു യുഡിഎഫ് ഗവൺമെന്റ് അറിയാം ഏതൊക്കെ കാര്യങ്ങൾ പരിഷ്കരിക്കണം, എന്ത് ചെയ്യണം. ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങളോട് ഇതൊക്കെ നിങ്ങൾക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ഞാൻ വഴങ്ങി തരത്തില്ല. ഒരു കാരണവശാലും വഴങ്ങി തരത്തില്ല. യുഡിഎഫ് ഗവൺമെന്റ് പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് വിഭിന്നമായി പിണറായി വിജയൻ സർക്കാരിൽ നിന്ന് പറയുന്നതോടൊപ്പം കേൾക്കാനുള്ള മര്യാദ കൂടി കാണിക്കണം. നിങ്ങൾ പറയുന്നതോടൊപ്പം നിങ്ങൾ കേൾക്കാനുള്ള നിങ്ങൾ പറയുന്നതോടൊപ്പം നിങ്ങൾ പറയുന്ന കേൾക്കാനുള്ള സൗകര്യം കാണിക്കണം. അല്ല, നിങ്ങൾ ഏകപക്ഷമായി പറയാൻ നിങ്ങളുടെ ശമ്പളത്തിനറിയാൻ വന്നിരിക്കുന്നത്. നിങ്ങളുടെ ശമ്പളത്തിനറിയാൻ വന്നിരിക്കുന്നത് മനസ്സിലായില്ലേ? നിങ്ങളുടെ ശമ്പളത്തിനറിയാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ പറയുന്നത് മാത്രം കേട്ടിട്ട് പോകാൻ നിങ്ങളുടെ ശമ്പളത്തിനറിയാൻ വന്നിരിക്കുന്നത്. ഞങ്ങൾ പറയുന്നത് കൂടി കേൾക്കാൻ സൗകര്യം ഉണ്ടെന്ന് നിങ്ങൾ കേട്ടാൽ മതി. മനസ്സിലായില്ലേ? ഒരു മാസം പോലും ആകാത്ത ഒരു ഗവൺമെന്റ് ആരാണ് നിങ്ങളോട് പറഞ്ഞത്? 29 ദിവസമായി ഈ ഗവൺമെന്റ് സത്യപ്രതിജ്ഞ ചെയ്തിട്ട് 29 ദിവസമായി ആ കവാടം അടച്ചിട്ടിരിക്കുകയായിരുന്നു. ഞാൻ ചോദിച്ച ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം പറ. ഒരു മാസം പോലും ആകാത്ത ഒരു ഗവൺമെന്റ് ഒരു ദിവസം കൊണ്ട് എല്ലാ തീരുമാനങ്ങളും നടപടിയെടുക്കണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു മുഖ്യമന്ത്രി മാറുക, ഒരു ഗവൺമെന്റ് മാറുക, ഒരു മുഖ്യമന്ത്രി മാറുക എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, ഒരു സിസ്റ്റം മാറണം. ആ സിസ്റ്റം മാറണമെങ്കിൽ DGP മാറണം, IPS ഉദ്യോഗസ്ഥന്മാർ മാറണം, ഗവൺമെന്റ് സെക്രട്ടറി മാറണം. കാരണമില്ല. ആ ഗേറ്റ് തുറന്നിരുന്നോ? അതോടെ വാഹനം പുറത്തു വരുന്ന ചിത്രം കേരളത്തിന്റെ മുഖ്യമന്ത്രി പങ്കുവച്ചിരുന്നോ? പിന്നെ അതിപ്പോൾ അറിഞ്ഞു കിടക്കുന്നത് എന്തുകൊണ്ടാണ്? സ്വാഭാവികമായും ഓരോ ദിവസങ്ങളിൽ ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. ഓരോ സാഹചര്യങ്ങൾക്കനുസരിച്ചല്ലേ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. എന്തായിരുന്നു സാഹചര്യം? അല്ല, നിലവിൽ ഒരു ഗവൺമെന്റ് വന്നു. ആ ഗവൺമെന്റ് വന്നത് ഇത് കേൾക്കൂ, എല്ലാ കാലത്തും ഫ്രണ്ട് ഗേറ്റ് തുറന്നിടാറില്ല. നിരവധി സമരങ്ങളും പ്രശ്നങ്ങളും നടക്കുന്ന സന്ദർഭം കണക്കിലെടുത്താണ് പലപ്പോഴും അത് അടഞ്ഞു കിടന്നത്. ഈ ഗവൺമെന്റ് വന്നപ്പോൾ അത് ഓപ്പൺ ചെയ്തിരുന്നു. ഇപ്പൊ അടച്ചിട്ടുണ്ട്, നാളെ തുറക്കും. നടപടിക്രമങ്ങൾ അല്ല, സമരം നടന്നു. ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. ഇതെല്ലാം കണ്ടും കേട്ടും ഇരുന്നതിന് ശേഷം അഡ്വക്കേറ്റ് KS അരുൺകുമാർ നല്ല മനോഹരമായ ഒരു മറുപടിയും കൊടുത്തു. കാര്യം ഇന്നലകളിൽ ഇവരെ വാഴ്ത്തുപാട്ട് പാടി കൊണ്ടു നടന്നവർ, ഇവരെ തോളിലേറ്റിയിരുന്നവർ, ഇവരാണ് ചിരിക്കുന്നവരാണ് വരേണ്ടത് എന്ന രീതിയിൽ പറഞ്ഞ പച്ച നുണകളെല്ലാം അതേപടി പ്രചരിപ്പിച്ചവർ ഇന്നിപ്പോ ഈ കാട്ടിക്കൂട്ടുന്ന റിയൽ സ്വഭാവത്തെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ കൂടി കേരളം ശ്രദ്ധിക്കണം. കാര്യം എന്താണ് കഴിഞ്ഞ 20 ദിവസങ്ങൾക്കിടയിൽ ഇവർ കാണിച്ചു കൂട്ടിയത്? വലിയ ദിവസമായിട്ടില്ല, ഹണിമൂണ് പാതി വഴിയിലായപ്പോഴുള്ള അവസ്ഥയാണ് വളരെ കൃത്യമായി വിശദീകരിച്ചിട്ടുള്ളത്. UDF കേരളത്തിൽ അധികാരത്തിൽ വന്ന 20-ാം ദിവസമാണ്. ആ 20-ാം ദിവസം നടക്കുന്ന ചർച്ചയിൽ കോൺഗ്രസ് പ്രതിനിധിയുടെ ശരീരഭാഷ നമ്മൾ കണ്ടു. ഇവിടെ ഇൻട്രോയിൽ അടക്കം സൂചിപ്പിച്ചതുപോലെ മെയ് മാസം 19-ാം തീയതി കേരളത്തിന്റെ മുഖ്യമന്ത്രി VD സതീശൻ സത്യപ്രതിജ്ഞ ചെയ്ത് പിറ്റേ ദിവസം സ്വന്തം ഫേസ്ബുക്കിലൂടെ ഇട്ട പോസ്റ്റാണ് സമര കവാടം എന്ന വിളിപ്പേരുള്ളതാണ് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റ്. നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഇന്ന് നോർത്ത് ഗേറ്റ് തുറന്നു. 10 വർഷത്തിന് ശേഷമാണ് നോർത്ത് ഗേറ്റ് തുറക്കുന്നതെന്നാണ് മാധ്യമങ്ങൾ പറയുന്നത്. നോർത്ത് ഗേറ്റിലൂടെ പുറത്തേക്ക് എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സ്വന്തം നമ്പർ 1 കാറിൽ പുറത്തേക്ക് പോകുന്ന ദൃശ്യമാണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇന്ന് ആ ഗേറ്റ് അടച്ചിരിക്കുന്നു. അതുപോലെ തന്നെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി ആ ഗേറ്റ് എന്നേക്കുമായി അടച്ച വാർത്തയും വരികയാണ്. ഒരാഴ്ച മുമ്പ് കന്റോൺമെന്റ് ഹൗസ് അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ താമസിച്ച ഹൗസ് ഇപ്പം ഒഴിഞ്ഞിട്ടില്ല. അവിടെയും മാധ്യമപ്രവർത്തകർക്ക് വിലക്കെന്നുള്ള വാർത്തയൊക്കെ വന്നു.
ഇതാണോ UDFന്റെ നേതാക്കന്മാർ, പ്രത്യേകിച്ച് VD സതീശൻ അടക്കം ജനങ്ങളോടും മാധ്യമങ്ങളോടും പറഞ്ഞുകൊണ്ടിരുന്നത്? കഴിഞ്ഞകാല ഗവൺമെന്റ് ചെയ്ത എല്ലാം തെറ്റാണ്. ഈ സമരഗേറ്റ് 2023 കോവിഡ് കാലത്താണ് അടച്ചത്. അതിനുശേഷം പ്രധാനപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ അത് തുറക്കാറുണ്ട്. പക്ഷെ 10 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുന്ന ഗേറ്റ് തുറന്നു എന്ന് പറഞ്ഞ് എത്ര വലിയ വാർത്തയായിരുന്നു, സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചരണമായിരുന്നു. അതെത്ര ആഘോഷിച്ചു കോൺഗ്രസ്. എന്ത് ഇത്ര പെട്ടെന്ന് അടയ്ക്കാൻ കാരണം? മാധ്യമങ്ങൾ പല ചോദ്യങ്ങളും ചോദിച്ചു തുടങ്ങിയപ്പോൾ അവർക്കെല്ലാം ഇത്ര വിലക്ക് ഏർപ്പെടുത്തേണ്ടി വന്ന സാഹചര്യം എന്താ ഇവിടെ പറഞ്ഞേ? കൃത്യമായി ടാക്സ് ടെററിസം എന്ന് പറഞ്ഞ് കഴിഞ്ഞ 5 കൊല്ലം പ്രചരണം നടത്തിയ ആള് 4 തവണ 8 രൂപ പെട്രോളിന് വില വർദ്ധിച്ചപ്പോൾ നയാ പൈസ കുറച്ചില്ല. മാധ്യമങ്ങൾ ചോദ്യം ചോദിക്കാൻ പാടില്ല. PM ശ്രീ അതിനെതിരെ പരസ്യമായി അറബിക്കടലിൽ തള്ളുമെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നവർ ഇപ്പൊ PM ശ്രീയിൽ ഒപ്പിടാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. മാധ്യമങ്ങൾ ചോദിക്കും, ജനങ്ങൾ ചോദിക്കും. കടമെടുക്കാതെ ഈ ഖജനാവ് നിറയ്ക്കുന്ന മാന്ത്രിക വിദ്യ എനിക്കറിയാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു. 5 കൊല്ലം പ്രചരണം നടത്തി. 1800 കോടി രൂപ കടമെടുത്തു. ഇതിപ്പോ 6800 കോടി രൂപ കടമെടുക്കാൻ പോകുന്നു. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. PSC റാങ്ക് ലിസ്റ്റ് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്യും, അത് എക്സ്റ്റെൻഡ് ചെയ്ത് എന്റെ പോളിസിയാണെന്ന് പറഞ്ഞു. എക്സ്റ്റെൻഡ് ചെയ്ത് 3-ാം ദിവസം പിൻവലിക്കേണ്ടി വന്നു. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. ഹണിമൂണിന് അളിയനെ കൊണ്ടുപോയി. ഹണിമൂണിന്റെ ഇടയിൽ തന്നെ അളിയൻ ആ ഹണിമൂൺ റദ്ദാക്കി തിരിച്ചു സ്വന്തം വീട്ടിലേക്ക് പോയി. ജനങ്ങൾ ചോദിക്കും, മാധ്യമങ്ങൾ ചോദിക്കും. അങ്ങനെ എത്രയോ ഉദാഹരണം. മുനമ്പം പ്രശ്നം 10 ദിവസം കൊണ്ട് പരിഹരിക്കും, 10 മിനിറ്റ് കൊണ്ട് പരിഹരിക്കും. 10 മിനിറ്റ് പോയി 10 ദിവസം കഴിഞ്ഞപ്പോൾ 20 ദിവസമായി. ഒരക്ഷരം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉരിയാടുന്നുണ്ടോ? ജൻസിയോട് പറഞ്ഞു മോഡിഫിക്കേഷൻ, ധൈര്യമായി മോഡിഫിക്കേഷൻ. ഇപ്പൊ എവിടെ പോയി ആ തീരുമാനം? മന്ത്രിമന്ദിരങ്ങൾ മോടി പിടിപ്പിക്കൽ, അറ്റകുറ്റപ്പണി, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ നിരവധി ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കും, ജനങ്ങൾ ചോദിക്കും എന്നതുകൊണ്ട് പഴയതെല്ലാം പിശകാണെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്നവർ ഇപ്പോൾ IAS തലപ്പത്തും IPS തലപ്പത്തും ഒക്കെ അഴിച്ചുപണി നടത്തേണ്ടതില്ലേ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ചില അഴിച്ചുപണികൾ നടത്തുമ്പോൾ നിങ്ങൾ അവിടെ വിമർശനം ഉയർത്തുന്നു. അത് കാവ്യവൽക്കരണത്തിന്റെ ഭാഗമായിട്ടാണ്. അത് ചില IPS നേതാക്കന്മാരെ IAS നേതാക്കന്മാരെ പുനരധിവസിപ്പിക്കുമ്പോൾ അത് സംഘപരിവാറിന്റെ താല്പര്യപ്രകാരമാണ് തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. അതെ, സിസ്റ്റം മാറുന്നുണ്ടല്ലോ. എങ്ങനെയാ സിസ്റ്റം മാറുന്നേ? മഹാത്മാഗാന്ധി സർവകലാശാലയിൽ ആകെ 30 പേരിൽ 19 സെനറ്റ് അംഗങ്ങളെയും RSS സംഘപരിവാർ നേതൃത്വത്തെ തിരികെ കയറ്റി സിസ്റ്റം മാറുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറിയായി കാവ്യവൽക്കരണത്തിന്റെ ഏറ്റവും വലിയ ചർച്ച നടക്കുമ്പോൾ അശോകിനെ ആ സ്ഥാനത്തേക്ക് മാറ്റി സിസ്റ്റം മാറ്റുന്നുണ്ട്. അവരുടെ അസോസിയേഷന്റെ കത്ത് കിട്ടുമ്പോഴേക്കും അന്യാധീനമായി ഓൺലൈൻ സംവിധാനത്തിലൂടെ നടക്കുന്ന നിയമനങ്ങളെല്ലാം ഏകപക്ഷീയമായി മാറ്റി ഇപ്പൊ കോടതി ഇടപെടുന്ന തരത്തിൽ സിസ്റ്റം മാറുന്നുണ്ട്. നമ്മൾ കാണുകയല്ലേ വളരെ ഏകപക്ഷീയമായിട്ട് ഈ സിസ്റ്റം എങ്ങോട്ടാണ് പോകുന്നത്. കണ്ടല്ലോ, പൂക്കിസം പൂത്തൊലയുകയാണ്. ചിരി, കണ്ണിറുക്കൽ തുടങ്ങിയ നമ്പറുകൾ ഇറക്കി മോഡിഫിക്കേഷനിലാകട്ടെ, കടമെടുക്കുന്നതിലാകട്ടെ, സംഘികളെ നിയമിക്കുന്ന കാര്യത്തിലാകട്ടെ, മാധ്യമപ്രവർത്തകരോട് കണക്ക് പുറത്ത് വാതിലടച്ചരെ എന്ന് പറയുന്ന അവസ്ഥയിലെത്തുമ്പോൾ സംഘികൾ ഓൾ ആർ ഇൻ, മാപ്രകൾ ഓൾ ആർ ഔട്ട് എന്ന രീതിയിലേക്ക് കോൺഗ്രസും സംഘികളും ചേർന്ന് സെക്രട്ടേറിയറ്റിനകത്തുള്ള ഭരണം തുടങ്ങാൻ പോകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അരുൺകുമാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് കേട്ടിട്ട് മനസ്സിലാകാത്ത കോൺഗ്രസ്സുകാർക്ക് നമ്മൾ പറയാറില്ലേ, കേൾവി ശക്തി ഇല്ലാത്ത ആളെടുത്ത് നമ്മൾ ശങ്കൂതിയിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അതുകൊണ്ട് കേൾവി ഉള്ളവരെങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ബോധ്യപ്പെടുത്തി കൊടുക്കുക, നിങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് ആ ചർച്ച കൊണ്ടുണ്ടായിട്ടുള്ള ഗുണം.